राधा माधव जय कुंज विहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यमुनतीरावनचारी जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरम्। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മള് ഗർഗഭാഗവതത്തിലെ 8ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. നമ്മൾ ലാസ്റ്റ് നോക്കിയത് ശരിക്കും 5ാമത്തെ അധ്യായമാണ്. അത് കഴിഞ്ഞിട്ട് 2 ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇന്ന് 8ാമത്തെ ചാപ്റ്ററിലോട്ട് വന്നിരിക്കുന്നത്. ആ സ്കിപ്പ് ചെയ്ത 2 ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് എടുക്കും. അത് കംസനെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് രാധാറാണിയെ കുറിച്ച് ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 8ാമത്തെ ചാപ്റ്ററിൽ ഇന്ന് എടുത്തത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ വൃഷഭാനുവിന്റെയും കീർത്തി ദേവി, ആരാണ് കീർത്തി അല്ലെങ്കിൽ കീർത്തിത, രണ്ടുപേരും പറയും. രാധാറാണിയുടെ വൃന്ദാവനത്തിൽ രാധാറാണി അവതരിച്ചപ്പോഴത്തേക്കും രാധാറാണിയുടെ അച്ഛനും അമ്മയുമായിട്ടാണ് വൃഷഭാനുവും കീർത്തി ദേവിയും ഉള്ളത്. അവരുടെ പൂർവജന്മം അല്ലെ, എങ്ങനെ അവർക്ക് രാധാറാണിയുടെ അമ്മയും അച്ഛനും ആകാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഓൾറെഡി വൈഷ്ണവി പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറെ എന്താണ് ഇസ്കോണിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ എല്ലാം നമ്മൾ കേട്ടല്ലോ. അപ്പൊ അതിനെല്ലാം എന്തുണ്ട്, ഒരു കാരണമുണ്ട് അല്ലെ. നമ്മൾ എന്തോ പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ എന്തോ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഭഗവാനെ പറ്റി അറിയാനും അല്ലെങ്കിൽ അതെല്ലാം എന്താണ്, ഭഗവാൻ അത് വിചാരിച്ചാലേ അത് നടക്കത്തുള്ളൂ. അപ്പൊ ഭഗവാൻ അങ്ങനെ വിചാരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്തിട്ടുണ്ടല്ലോ. ചിലപ്പോൾ അറിയാതെയോ എല്ലാം ഭഗവാന്റെ നാമം ജപിച്ചതിന്റെ ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ഈ ജന്മത്തില് തിരിച്ചു പിന്നെയും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നത്. അതുപോലെ വൃഷഭാനുവും കീർത്തി ദേവിയും എന്ത് കാര്യം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ സ്വന്തം രാധാറാണി ഭഗവാനെ കിട്ടുന്നതിന് അതിലും
ഡിഫിക്കൾട്ട് ആണ്, അല്ലെങ്കിൽ രാധാറാണിയെ പറ്റി എത്ര പേർക്കറിയാം അല്ലെ? കൃഷ്ണനെ പറ്റി എല്ലാവർക്കും അറിയാം, പക്ഷെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൃഷ്ണനെ പറ്റി അറിയുന്നവരിൽ നിന്ന് കുറച്ച് പേർക്ക് മാത്രമേ രാധാറാണിയുടെ ആ ഒരു മഹാത്മ്യം അറിയത്തുള്ളൂ. അപ്പൊ രാധാറാണിയെ തന്നെ സ്വന്തം പുത്രിയായിട്ട് കിട്ടണമെങ്കിൽ ഇവരെന്ത് തപസ്സാണ് അനുഷ്ഠിച്ചത്, വൃഷഭാനുവും കീർത്തി ദേവിയും എന്ത് തപസ്സാണ് അനുഷ്ഠിച്ചത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് പിന്നെയും ആ നാരദ മഹർഷിയും ബഹുളാശ്വ മഹാരാജാവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സിലൂടെ പറഞ്ഞത് അല്ലെ? അതായത് ആരാണ് ബഹുളാശ്വ മഹാരാജാവ്? മിഥില രാജാവിന്റെ ആ ഒരു അവരുടെ ഒരു പരമ്പരയിൽ വരുന്ന ഒരു രാജാവാണ് ബഹുളാശ്വ മഹാരാജാവ്. ബഹുളാശ്വ മഹാരാജാവ് ശ്രീകൃഷ്ണന്റെ ഭയങ്കര വലിയൊരു ഭക്തനാണ്. ആ സമയത്ത് ആ രാജ്യത്തോട്ട് ആര് വരുവാണ്? നാരദ മഹർഷി വരുവാണ്. നാരദ മഹർഷി എന്നിട്ട് ഗർഗഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ ഫുൾ ഗർഗ സംഹിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിനു മുമ്പുള്ള കഥകളെല്ലാം നാരദ മഹർഷി ബഹുളാശ്വ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ബഹുളാശ്വ മഹാരാജാവിന്റെ ഹൃദയം എന്താണ്, ആ ഭക്തി ഭാവത്തിൽ അങ്ങ് നിറയാണ്. ഭഗവാനെ കുറിച്ചുള്ള ഓരോ കഥകൾ കേൾക്കുമ്പോഴത്തേക്കും ആ മനസ്സങ്ങ് ഇങ്ങനെ നിറയാണ്. ഭയങ്കര ഫുൾഫിൽഡ് ആയിട്ട്, ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് തോന്നുവാണ് ആർക്ക്? ബഹുളാശ്വ മഹാരാജാവിന്. അപ്പൊ ശ്രീകൃഷ്ണ ഭക്തിയിൽ അദ്ദേഹം ഭയങ്കര ഭയങ്കരമായിട്ടും ഭഗവാനിൽ അങ്ങ് ഉറച്ച് വിശ്വസിച്ച്, ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ട് ഉറച്ച് വിശ്വസിച്ച് ആ ഭക്തി കൊണ്ട് മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ വിവരം കേട്ടപ്പോഴത്തേക്കും ജ്ഞാനികളായിട്ടുള്ളവരും അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഭഗവാനെ പറ്റി കേൾക്കാൻ പറ്റുമോ? ഈ കേൾക്കുന്നവരിൽ തന്നെ എത്ര പേർക്ക് അത്രയും ആ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? അതുപോലെ ബഹുളാശ്വ മഹാരാജാവിന് ഇത്രയും ശ്രേഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആ ദേവർഷി നാരദറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ പറ്റി കേൾക്കണം. അപ്പൊ ഉറപ്പായിട്ടും മനസ്സ് നിറയും. അപ്പൊ ബഹുളാശ്വ മഹാരാജാവ് പറയാണ്, ഈ ഭഗവാനെ പറ്റി കേൾക്കുക എന്ന് പറയുന്നത് ആ ഭഗവാനെ പറ്റി കേൾക്കുന്ന അങ്ങയുടെ നിർമ്മലമായ യശസ് കൊണ്ട് എന്റെ കുലത്തെ ധന്യമാക്കി തീർത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ടൊരു ഭക്തൻ വരിക എന്നൊക്കെ പറയുന്നത് ഭഗവാൻ ഭഗവാനിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഭഗവാൻ ചെയ്യുന്ന പണിയാണ്. അപ്പൊ ഭഗവാൻ നമ്മളെ കുറിച്ച് അറിയാമെന്നും ഭഗവാൻ എങ്ങനെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ഭക്തനുമായിട്ട് നമുക്കൊരു അസോസിയേഷൻ വരുന്നത്. അപ്പോ ബഹുളാശ്വ മഹാരാജാവ് പറയാണ്, ഈ നാരദ മഹർഷി ആ ബഹുളാശ്വ മഹാരാജാവിന്റെ കുലം അതിന്റെ യശസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഭഗവാന്റെ ഭക്തൻ ഇപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇനിയും ഭഗവാനെ പറ്റി കേൾക്കണം. വ്രജഭൂമിയിൽ ഭഗവാൻ വന്നതിന് ശേഷം എന്തൊക്കെ ലീലകളാണ് ഭഗവാൻ ചെയ്തത്, അങ്ങ് എനിക്കിത് പറഞ്ഞു തന്നിട്ട് എന്റെ താപത്രയങ്ങളിൽ നിന്നിട്ട് എന്നെ മോചിപ്പിക്കണം എന്ന് പറയാണ്. അപ്പൊ നാരദ മഹർഷി പറയാണ്, ബഹുളാശ്വ മഹാരാജാവേ, അങ്ങ് ഓൾറെഡി ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. അങ്ങ് കാരണവും ഈ സെയിം ആ ബഹുളാശ്വ മഹാരാജാവിന്റെ ആ ഒരു പരമ്പരയിൽ തന്നെ നിമി എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവും ഭഗവാന്റെ ഭക്തനാണ്. അപ്പൊ നിങ്ങളുടെ ആ ജനനം കൊണ്ട് തന്നെ, അല്ലെ നിങ്ങളുടെ ആ ഭക്തി കൊണ്ട് തന്നെ നിങ്ങളുടെ കുലം ഓൾറെഡി പുണ്യം ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയാണ്. അപ്പോ എന്നിട്ട് നാരദ മഹർഷി പറയാണ്, ശ്രീകൃഷ്ണൻ ഭൂമിയിൽ കംസനെ കൊല്ലാൻ വേണ്ടി മാത്രമായിട്ടല്ല വന്നിരിക്കുന്നത്, സാധുവായിട്ടുള്ള ജനങ്ങളെ രക്ഷിക്കാനും ഭക്തന്മാരെ സംരക്ഷിക്കാനും ഭക്തന്മാർക്ക് ആനന്ദം നൽകാനുമായിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ശ്രീകൃഷ്ണൻ സ്വയം രാധാറാണിയെ തന്നെ കീർത്തി ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ രാധാറാണിയെ എങ്ങനെയാണ് വൃഷഭാനുവിന് കിട്ടുന്നതെന്നുള്ള കഥയെല്ലാം നമ്മൾ പിന്നെ പറയും. പക്ഷെ എന്നാലും ഇതിനകത്ത് ഇപ്പം രാധാറാണിയെ മകളായിട്ട് കിട്ടാൻ ഇവരെന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ രാധാറാണി രാധാറാണി
ആ വൃന്ദാവനത്തിന്റെ ആ കാളിന്തി തീരത്തുള്ള ഒരു മനോഹരമായ വീട്ടിലാണ് എന്താണ് അവതരിക്കുന്നത്. ഏത് സമയത്താന്ന് നോക്കാം. ഭദ്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ തിങ്കളാഴ്ച ഉച്ച സമയത്താണ് രാധാറാണി അവതരിക്കുന്നത്. വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഭദ്രമാസത്തിലെ ശുക്ലപക്ഷത്തിലുള്ള അഷ്ടമി തിഥി തിങ്കളാഴ്ച ഉച്ച സമയത്താണ് രാധാറാണി എന്താണ് വൃന്ദാവനത്തില്, ഭൂമിയിലുള്ള വൃന്ദാവനത്തില് അവതരിക്കുന്നത്. ആ സമയത്ത് എന്താണ്, ആകാശം മുഴുവൻ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോഴത്തേക്കും ദേവന്മാരെല്ലാം ആകാശത്തിൽ നിന്നിട്ട് ആ എന്താണ് നന്ദഭവനത്തിലോട്ട് ഇങ്ങനെ പൂക്കളെല്ലാം വർഷിച്ചു. ആ സമയത്ത് അവിടെയുള്ള എല്ലാ നദികളും പ്യോറായി, നദികളിലുള്ള വെള്ളമെല്ലാം എന്താണ് ഭയങ്കരമായിട്ടും സ്വച്ഛമായി, ഭയങ്കരമായിട്ട് പ്യോറായി. അവിടുത്തെ എന്താണ് ആ ഏരിയ ഫുള്ള് സുഗന്ധം കൊണ്ട് നിറയുകയാണ്. എന്താണ് രാധാറാണി അവിടെ അവതരിക്കുമ്പോഴേ പ്രകൃതിയിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ്. വെള്ളമെല്ലാം ക്ലീനായി, അവിടുത്തെ എയർ മുഴുവൻ ഭയങ്കര നല്ല മണം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്നിട്ട് എന്താണ്, അപ്പൊ കീർത്തി ദേവി എന്താണ് ആ രാധാറാണിയുടെ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും സന്തോഷം കൊണ്ട് നിറയുകയാണ്. എന്നിട്ട് അവിടെ വേറെ ഗോപികമാരൊക്കെ രാധാറാണിയെ എന്താണ് പുഞ്ചിക്കുന്നുണ്ട്, ലാളിക്കുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. ആ രാധാറാണിയുടെ മുഖം എന്ന് പറയുന്നത് എന്താണ് രാസലീല നടക്കുന്ന സമയത്ത്, ആ ശരത് പൂർണിമ ഉള്ള സമയത്തുള്ള ചന്ദ്രനേക്കാളും ഭയങ്കര മനോഹരമായിട്ടുള്ള മുഖത്തോടു കൂടിയ ആ രാധാറാണിയെ കാണുമ്പോഴത്തേക്കും കീർത്തി ദേവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നിട്ട് പാല് ചുരത്തുന്ന ലക്ഷക്കണക്കിന് പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയാണ്. എന്നിട്ട് അങ്ങനെയാണ് ആ വൃഷഭാനുവിന്റെ വീട്ടില് രാധാറാണി പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ. എന്നിട്ട് എന്താണ് രാസലീലയുടെ എന്താണ് രംഗസ്ഥലത്ത് പ്രകാശിക്കുന്ന ആ ചന്ദ്രൻ എന്താണ് പ്രകാശിക്കുന്ന ചന്ദ്രികയും എന്ന് വെച്ചാൽ രാധാറാണിയെ നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അതായത് രാസലീലയുടെ രംഗസ്ഥലത്ത് പ്രവേശിക്കുന്ന ആ ചന്ദ്രികയും വൃഷഭാനു മന്ദിരത്തിലെ ദീപാവലിയും ഗോലോക ചൂടാമണിയായ ശ്രീകൃഷ്ണന്റെ കഴുത്തിലുള്ള ആ ഹാരവുമാണ് രാധാറാണി. അങ്ങനത്തെ ആ രാധാറാണിയെ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭൂമി മുഴുവൻ വിഹരിക്കുന്നത് എന്ന് നാരദ മഹർഷി പറയാണ്. അപ്പൊ നാരദ മഹർഷി നാരായണ നാരായണ എന്നാണ് എപ്പോഴും ജപിക്കുന്നതെങ്കിലും മനസ്സിൽ എപ്പോഴും രാധാറാണിയെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നും കൂടി നാരദ മഹർഷി പറയാണ്. ഓക്കെ. അപ്പൊ ബഹുളാശ മഹാരാജാവ് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും പിന്നെയും ഭയങ്കരമായിട്ട് സന്തോഷമായി ബഹുളാശ മഹാരാജാവിന് രാധാറാണിയെ പറ്റി കേട്ടപ്പോഴത്തേക്കും. എന്നിട്ട് ബഹുളാശ മഹാരാജാവ് ചോദിക്കുകയാണ്, ഈ രാധാറാണി സ്വയം വൃഷഭാനുവിന്റെ വീട്ടില് ഇതുപോലെ അവതരിക്കണമെങ്കിൽ വൃഷഭാനുവും കലാവതി അല്ല, വൃഷഭാനുവും കീർത്തി ദേവിയും എന്ത് പുണ്യമാണ് ചെയ്തത്? ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നാരദ മഹർഷി പറയാണ്, വൃഷഭാനുവും കീർത്തി ദേവിയും കഴിഞ്ഞ ജന്മത്തില് എന്താണ് സുചന്ദ്രനും കലാവതിയുമായിരുന്നു. ഓക്കെ. വൃഷഭാനു കഴിഞ്ഞ ജന്മത്തില് സുചന്ദ്രനായിരുന്നു. കീർത്തി ദേവി കഴിഞ്ഞ ജന്മത്തില് കലാവതി എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടത്. അപ്പോ ഇവരാരൊക്കെയാണെന്ന് നോക്കാം. നൃഗരാജാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ നൃഗരാജാവിന്റെ പുത്രനായിരുന്നു സുചന്ദ്രൻ. സുചന്ദ്രൻ ഓൾറെഡി ഭഗവാന്റെ ഒരു അംശമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ആര്യമാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ 3 പുത്രികളുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മാനസപുത്രി 3 പേരുണ്ട്. ആ 3 പേരിൽ ഒരാളാണ് കലാവതി. ഓക്കെ. 3 പേര് ആരൊക്കെയാന്ന് ചോദിച്ചാൽ കലാവതി, രത്നമാല, മേനക, ഇങ്ങനെ 3 പുത്രിമാരാണ് ആര്യമാവ് എന്ന് പറയുന്ന ഉള്ളത്. അങ്ങനെ ഈ രാജാവിന്റെ ആര്യമാവ് എന്ന് പറയുന്ന രാജാവിന്റെ ഇഷ്ടപ്രകാരം തന്നെ കലാവതിയെ സുചന്ദ്രന് വിവാഹം ചെയ്യുകയും പിന്നെ മാല എന്ന് പറയുന്ന വേറൊരു പുത്രിയെ വിദേഹ രാജാവിനെ വിവാഹം ചെയ്യുകയും മേനകയെ ഹിമവാനും വിവാഹം ചെയ്ത് കൊടുക്കുകയുമാണ്. ഓക്കെ. ഇത് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ടാണ്.
അങ്ങനെ ആ വിവാഹം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കലാവതിയും സുചന്ദ്രനും നേരെ പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഗോമതി തീരത്തുള്ള നൈമിഷാരണ്യത്തിലേക്കാണ് പോയത്. ഇവരിവിടെ പോയി 12 വർഷത്തോളം കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ആ തപസ്സിന്റെ റിസൾട്ടായിട്ട് അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സുചന്ദ്രൻ പറഞ്ഞു, എനിക്ക് ദിവ്യവും പരമവുമായ മോക്ഷം ലഭിക്കണം എന്ന് സുചന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ കീർത്തി എന്താണ് കലാവതി ദേവി എന്താണ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കലാവതി പറയാണ്, ആ രാജാവിന്റെ വാക്കുകൾ കേട്ടിട്ട് പറയാണ്, പതിയാണ് സ്ത്രീയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ദേവത, കാണപ്പെടുന്ന ദൈവം. അപ്പോ ഇപ്പം സുചന്ദ്രൻ മോക്ഷം കിട്ടി തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോണേ, ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കലാവതി. പക്ഷെ ഇപ്പം ഈ സുചന്ദ്രൻ ഓൾറെഡി ആഗ്രഹം പറഞ്ഞും പോയി, അപ്പൊ അത് നടക്കാതെയും ഇരിക്കത്തില്ല. അപ്പൊ കീർത്തി ദേവിക്ക് പിന്നെയും ഭയങ്കര സങ്കടമായിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് പറഞ്ഞു, അങ്ങെങ്ങാനും ഈ ഒരു മോക്ഷം എന്താണ് സുചന്ദ്രന് കൊടുത്ത് എന്നിൽ നിന്ന് വേർപിരിവാണെങ്കിൽ ഞാൻ ബ്രഹ്മാവിനെ ശപിക്കും എന്ന് കലാവതി പറയാണ്. അപ്പൊ ശാപം എന്താണേലും ഏൽക്കും. എന്ന് വെച്ചാൽ ഇത്രയും കഠിനമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ട് കലാവതിക്കും നല്ല പവർ ഉണ്ട്. അപ്പൊ ശപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബ്രഹ്മാവിനെ ഏൽക്കും. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അയ്യോ അങ്ങ് ശപിക്കൊന്നും ചെയ്യരുത്, നിങ്ങളിപ്പം ഏതായാലും ഈ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ആ ആഗ്രഹം നടക്കും. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ സ്വർഗത്തില് കലാവതിയും സുചന്ദ്രനും സ്വർഗത്തിൽ നിങ്ങൾ സന്തോഷമായിട്ട് കുറച്ചു നാൾ ജീവിക്കുക. അത് കഴിഞ്ഞ് ദ്വാപര യുഗത്തിന്റെ അവസാനം ഭാരതവർഷത്തിൽ നിങ്ങൾ ഒന്നും കൂടെ ജനിക്കും. ആ സമയത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ എന്താണ് ആ വൃന്ദാവനത്തിലുള്ള ശ്രീകൃഷ്ണന്റെ രാധാറാണി നിങ്ങളുടെ പുത്രിയായിട്ട് ജനിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെയാണ് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ വൃഷഭാനുവും കീർത്തി ദേവിയുമായിട്ട് വൃന്ദാവനത്തിൽ ജനിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കീർത്തി ദേവിയും വൃഷഭാനുവും ജനിക്കുന്നുണ്ട്. അങ്ങനെ കന്യാകുബ്ജ എന്ന് പറയുന്ന ദേശത്തില് ബലന്ധര രാജാവിന്റെ മകളായിട്ടാണ് കീർത്തി ദേവി ജനിക്കുന്നത്. പിന്നെ സുരഭാനു എന്ന് പറയുന്ന രാജാവിന്റെ മകനായിട്ടാണ് സുചന്ദ്രൻ അല്ലെങ്കിൽ വൃഷഭാനുവായിട്ട് ജനിക്കുന്നത്. ഇവര് ജനിച്ചപ്പോ തന്നെ ഇവരുടെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള എല്ലാ ഓർമ്മയും ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവര് ഒരുമിച്ച് പിന്നെ കല്യാണം കഴിക്കുകയും അവസാനം രാധാറാണി അവർക്ക് മകളായിട്ട് ജനിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് രാധാറാണിയുടെ അമ്മയുടെയും അച്ഛന്റെയും പൂർവ്വജന്മവും അവരെ ചെയ്ത തപസ്സും അതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ. ഹരേ കൃഷ്ണ. ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. രാധാറാണി ജനിച്ച സമയം ഒന്നും കൂടെ പറയൂ. പറയാം. ഭദ്രമാസത്തിലെ ശുക്ലപക്ഷത്തിലുള്ള അഷ്ടമി തിഥി തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ജനിച്ചേക്കുന്നത്. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി, മനസ്സിലായി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.